ഇന്ന് ലോകഭൂപടത്തിൽ ഇറാൻ എന്ന് നാം വിളിക്കുന്ന പുരാതന പെർഷ്യയിൽ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും നീക്കങ്ങളും അതിന് തിരിച്ചടിയായി ഗൾഫ് മേഖലയിലെ സൈനിക താവളങ്ങൾക്ക് നേരെ ടെഹ്റാൻ നടത്തുന്ന പ്രത്യാക്രമണങ്ങളും വാർത്തകളിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. എന്നാൽ സംഘർഷഭരിതമായ ഈ മണ്ണിൽ നിന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സമാധാനം തേടി മറ്റൊരു വലിയ പലായനം നടന്നിരുന്നു. ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും സമാധാനപരമായ കുടിയേറ്റങ്ങളിൽ ഒന്നായി വിശേഷിപ്പിക്കപ്പെടുന്ന ആ യാത്രയുടെ കഥയാണ് പാഴ്സികളുടേത്. സ്വന്തം മണ്ണും സമ്പത്തും ഉപേക്ഷിക്കേണ്ടി വന്നപ്പോഴും തങ്ങളുടെ വിശ്വാസത്തെയും സംസ്കാരത്തെയും ചേർത്ത് പിടിച്ച ഒരു ജനതയുടെ അതിജീവനത്തിൻ്റെ ഇതിഹാസമാണ് അത്. 7-ാം നൂറ്റാണ്ടിലുണ്ടായ ഇസ്ലാമിക സൈന്യത്തിൻ്റെ പേർഷ്യൻ അധിനിവേശമാണ് ഈ ചരിത്രപരമായ മാറ്റത്തിന് തുടക്കമിട്ടത്. അതുവരെ നസാനിദ് സാമ്രാജ്യത്തിൻ്റെ പ്രതാപത്തിൽ തിളങ്ങി നിന്നിരുന്ന സ്വരാഷ്ട്രീയൻ മതവിശ്വാസികൾ മുസ്ലിം സൈന്യത്തിൻ്റെ വിജയത്തോടെ കടുത്ത വെല്ലുവിളികൾ നേരിട്ട് തുടങ്ങി. പലരും നിർബന്ധിത മതപരിവർത്തനത്തിന് ഇരയാകേണ്ടി വന്നപ്പോൾ തങ്ങളുടെ പൈതൃകവും അഗ്നിയെ ആരാധിക്കുന്ന സ്വരാഷ്ട്രീയൻ വിശ്വാസവും സംരക്ഷിക്കാൻ ഉറച്ചുനിന്ന ഒരു ചെറിയ വിഭാഗം ജനത മറ്റൊരു താവളം തേടി ഇറങ്ങാൻ തീരുമാനിച്ചു. അവർക്കായി പെർഷ്യൻ ഉൾക്കടലിൻ്റെ തീരത്ത് കാത്തു നിന്നിരുന്നത് അനിശ്ചിതത്വം നിറഞ്ഞ ഒരു യാത്രയായിരുന്നു. കടൽ കടന്നുള്ള ആ യാത്ര അവരെ എത്തിച്ചത് ഭാരതത്തിൻ്റെ പടിഞ്ഞാറൻ തീരങ്ങളിലായിരുന്നു. ഗുജറാത്തിലെ സഞ്ജാൻ എന്ന തീരപ്രദേശത്ത് അവർ കപ്പലിറങ്ങി. അവിടെ ഭരണം നടത്തിയിരുന്ന ജാതി റാണ എന്ന ഹിന്ദു രാജാവിനോട് അവർ അഭയം ചോദിച്ചു. ഈ സന്ദർഭത്തെ വിവരിക്കുന്ന മനോഹരമായ ഒരു കഥ പാഴ്സി ചരിത്രത്തിലുണ്ട്. തങ്ങളെ നാട്ടിൽ പാർപ്പിക്കണമെന്ന അഭ്യർത്ഥനയുമായി വന്ന പേർഷ്യൻ വംശജർക്ക് മുമ്പിൽ ജാതി റാണ വക്കോളം പാല് നിറച്ച ഒരു പാത്രം നീട്ടിക്കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത്. തൻ്റെ രാജ്യം ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്നും പുതിയൊരു വിഭാഗത്തിന് താമസിക്കാൻ ഇടമില്ലെന്നുമുള്ള സൂചനയായിരുന്നു അത്. എന്നാൽ അസാമാന്യമായ ബുദ്ധിശക്തി പ്രകടിപ്പിച്ച പാഴ്സി പുരോഹിതൻ ആ പാൽപാത്രത്തിലേക്ക് അല്പം പഞ്ചസാര ചേർക്കുകയും ഒരു തുള്ളി പോലും പുറത്തു കളയാതെ അത് മധുരമുള്ളതാക്കി മാറ്റുകയും ചെയ്തു. പാലിൻ്റെ അളവ് കൂട്ടാതെ തന്നെ അത് കൂടുതൽ ഗുണകരമാക്കാൻ തങ്ങൾക്ക് കഴിയുമെന്നും പാലിനോട് ചേരുന്ന പഞ്ചസാരയെപ്പോലെ ഭാരതീയ സംസ്കാരത്തോട് തങ്ങൾ ഇഴുകിച്ചേരുമെന്നുമായിരുന്നു ആ മറുപടി. ഈ വിവേകപൂർണമായ സമീപനത്തിൽ ആകൃഷ്ടനായ രാജാവ് അവർക്ക് അവിടെ താമസിക്കാൻ അനുവാദം നൽകി. ഗുജറാത്തിൽ സ്ഥിരതാമസമാക്കിയ ഇവർ പെർഷ്യയിൽ നിന്നുള്ളവർ എന്ന അർത്ഥത്തിൽ പാഴ്സികൾ എന്ന് വിളിക്കപ്പെട്ടു. സഞ്ജാൻ എന്ന തീരദേശ നഗരമായിരുന്നു അവരുടെ ആദ്യത്തെ ആസ്ഥാനം. പുതിയ മണ്ണിൽ എത്തിയപ്പോൾ അവർക്ക് ചില കർശനമായ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടി വന്നു. പ്രാദേശിക ഭാഷ പഠിക്കുക, ആയുധങ്ങൾ ഉപേക്ഷിക്കുക, പ്രാദേശിക വസ്ത്രധാരണം സ്വീകരിക്കുക തുടങ്ങിയ നിബന്ധനകൾ അവർ സന്തോഷത്തോടെ സ്വീകരിച്ചു. തങ്ങളുടെ മതം പ്രചരിപ്പിക്കാനോ മറ്റുള്ളവരെ മതപരിവർത്തനം നടത്താനോ ശ്രമിക്കില്ലെന്ന അവർ നൽകിയ ഉറപ്പ് ഇരുവിഭാഗങ്ങൾക്കുമിടയിൽ വലിയ വിശ്വാസം വളർത്തി. ഈ വിശ്വാസമാണ് നൂറ്റാണ്ടുകളോളം സമാധാനമായി ജീവിക്കാൻ അവരെ സഹായിച്ചത്. പിന്നീട് ജനസംഖ്യ വർദ്ധിച്ചതോടെ സഞ്ജാനിൽ നിന്ന് നവ്സാരി, അങ്കലേശ്വർ, സൂറത്ത് തുടങ്ങിയ നഗരങ്ങളിലേക്ക് അവർ വ്യാപിച്ചു. പാഴ്സികളുടെ ആത്മീയമായ അടിത്തറ ഭാരതത്തിൽ ഉറപ്പിക്കപ്പെട്ടത് അവർ നിർമ്മിച്ച അഗ്നിക്ഷേത്രങ്ങളിലൂടെയാണ്. സ്വരാഷ്ട്രീയൻ മതത്തിലെ ഏറ്റവും ഉയർന്ന പദവിയുള്ള അഗ്നിക്ഷേത്രമായ അദാഷ് ബെഹ്റാം അവർ സഞ്ജാനിൽ സ്ഥാപിച്ചു. ഇറാനിൽ നിന്ന് കപ്പൽ മാർഗം കൊണ്ടുവന്ന പവിത്രമായ അഗ്നിയാണ് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതെന്നാണ് വിശ്വാസം. ഇന്നും അണയാതെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഈ അഗ്നി ലോകമെമ്പാടുമുള്ള പാഴ്സികളുടെ പുണ്യകേന്ദ്രമാണ്. കാലക്രമേണ ഇവർ ഗുജറാത്തി ഭാഷ തങ്ങളുടെ മാതൃഭാഷയായി സ്വീകരിച്ചു. ഹിന്ദു ആചാരങ്ങളിലെയും സംസ്കാരങ്ങളിലെയും പല ഘടകങ്ങളും അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറി. എന്നാൽ ഇത്തരം മാറ്റങ്ങൾക്കിടയിലും തങ്ങളുടെ വംശീയമായ തനിമ ചോർന്നു പോകാതിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചു. ഇന്ത്യൻ സമൂഹത്തിൽ പാഴ്സികൾ ചെലുത്തിയ സ്വാധീനം അത്ഭുതകരമാണ്. ഒരു സൂക്ഷ്മ ന്യൂനപക്ഷം മാത്രമായിരുന്നിട്ടും ഇന്ത്യയുടെ വ്യവസായം, വൈദ്യശാസ്ത്രം, വിദ്യാഭ്യാസം, നിയമം, കല തുടങ്ങിയ എല്ലാ മേഖലകളിലും അവർ തങ്ങളുടെ വ്യക്തിമുദ്ര പതിപ്പിച്ചു. ടാറ്റ കുടുംബം, ഗോദ്രേജ്, വാഡിയ തുടങ്ങിയ പ്രമുഖ വ്യവസായ ഗ്രൂപ്പുകൾ പാഴ്സികളുടേതാണ്. ഹോമി ജെ ഭാവയെ പോലെയുള്ള ശാസ്ത്രജ്ഞരും ദാദാഭായ് നവറോജി, ഫിറോസ് ഷാ മേത്ത തുടങ്ങിയ സ്വാതന്ത്ര്യ സമര സേനാനികളും പാഴ്സി സമൂഹത്തിൽ നിന്നുള്ളവരായിരുന്നു. തങ്ങൾ താമസിക്കുന്ന നാടിനോടുള്ള കടപ്പാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ അവർ തീർത്തു. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ആശുപത്രികളും വിദ്യാലയങ്ങളും വായനാശാലകളും അവർ പടുത്തുയർത്തി. ലാഭത്തേക്കാൾ മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന അവരുടെ ബിസിനസ് ശൈലി ലോകത്തിന് തന്നെ മാതൃകയായി. എങ്കിലും ഇന്ന് പാഴ്സി സമൂഹം വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നുണ്ട്. അവരുടെ ജനസംഖ്യ ക്രമാതീതമായി കുറഞ്ഞിരിക്കുകയാണ്. ലേറ്റ് മാരേജും കുട്ടികൾ കുറവാകുന്നതും ഇതിൻ്റെ പ്രധാന കാരണങ്ങളാണ്. ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തതുപോലെ ഇന്ന് പാഴ്സി കുടുംബങ്ങളിൽ ഒരു വിവാഹം നടക്കുമ്പോൾ ശരാശരി 4 മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. മറ്റു മതങ്ങളിൽ നിന്നുള്ളവരെ സ്വീകരിക്കാത്ത കർശനമായ നിയമങ്ങൾ സമൂഹത്തെ കൂടുതൽ ചുരുക്കി.
പാഴ്സി പുരുഷന്മാർ മറ്റു മതസ്ഥരെ വിവാഹം കഴിച്ചാൽ അവരുടെ മക്കൾക്ക് പാഴ്സി പദവി ലഭിക്കുമെങ്കിലും അന്യമതസ്ഥരെ വിവാഹം കഴിക്കുന്ന പാഴ്സി സ്ത്രീകൾക്ക് പലപ്പോഴും കടുത്ത വിവേചനങ്ങൾ നേരിടേണ്ടി വന്നു. ഈ വംശീയമായ അടച്ചുപൂട്ടൽ ആധുനിക കാലത്ത് ഒരു ജനതയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി മാറിയിരിക്കുകയാണ്. അന്യരാജ്യത്ത് അഭയാർത്ഥികളായി വന്ന് ആ രാജ്യത്തിൻ്റെ ഭാഗധേയം നിർണ്ണയിക്കുന്ന ശക്തിയായി മാറിയ പാഴ്സികളുടെ ചരിത്രം അതിജീവനത്തിൻ്റെ പാഠപുസ്തകമാണ്. ഒരു കാലത്ത് പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ അധിപതികളായിരുന്ന ഇവർ ഇന്ന് ഇന്ത്യയുടെ സാംസ്കാരിക ഭൂപടത്തിലെ ഒഴിവാക്കാനാവാത്ത തിളക്കമായി മാറിയിരിക്കുന്നു. സമുദ്രം താണ്ടി വന്ന ആ പൂർവികർ അന്ന് പാലിൽ പഞ്ചസാര എന്ന പോലെ ലയിച്ചു ചേരുമെന്ന് നൽകിയ വാക്ക് അക്ഷരം പ്രതി പാലിക്കപ്പെട്ടു. എന്നാൽ ഈ അപൂർവ സംസ്കാരം ഭാവിയിൽ അപ്രത്യക്ഷമാകുമോ എന്ന ആശങ്ക ലോകമെമ്പാടുമുള്ള നരവംശ ശാസ്ത്രജ്ഞർ പങ്കുവയ്ക്കുന്നുണ്ട്. ഈ വിനാശകരമായ ജനസംഖ്യാപരമായ മാറ്റത്തെ മറികടക്കാൻ സർക്കാർ തലത്തിലും സമുദായത്തിനുള്ളിലും പല പദ്ധതികളും നടക്കുന്നുണ്ടെങ്കിലും വിജയം അനിശ്ചിതത്വത്തിലാണ്. ഒരു ചെറിയ ജനതയ്ക്ക് എങ്ങനെ ഒരു വലിയ രാജ്യത്തിൻ്റെ വികസനത്തിൽ ഇത്രയധികം സ്വാധീനം ചെലുത്താൻ കഴിയും എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് പാഴ്സികൾ. പീഡനങ്ങളും പലായനങ്ങളും ഒരു ജനതയെ തളർത്തുകയല്ല, മറിച്ച് പുതിയ ഇടങ്ങളിൽ പടർന്ന് പന്തലിക്കാനുള്ള ഊർജമാണ് നൽകുന്നതെന്ന് ഇവരുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. ഭാരതത്തിൻ്റെ മണ്ണിൽ അണയാതെ ജ്വലിക്കുന്ന ആ പവിത്രമായ അഗ്നി പോലെ തന്നെ അവരുടെ സംസ്കാരവും തലമുറകൾക്ക് പകർന്നു നൽകേണ്ടതുണ്ട്. പാഴ്സികളുടെ സാന്നിധ്യം ഇല്ലാത്ത ഒരു ഇന്ത്യയെ സങ്കല്പിക്കുക പ്രയാസമാണ്. ആ പഞ്ചസാര പാലിനോട് ചേർന്നതുപോലെ തന്നെ ഇനിയും മധുരമായി അങ്ങനെ തുടരട്ടെ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.